ഹലോ എവ്രിവൺ. ലൈഫ് കംപ്ലീറ്റ് ആയിരുന്നു എന്ന് തോന്നിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപാട് പണ്ടൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്. where I was in a place which I called my home. എൻ്റെ വീട്. I always feel like I must have done something good to get a family like this. എന്നും രാവിലെ 6:30 ആകുമ്പോഴേ 8 മണിയായി എന്ന് പറഞ്ഞ് വിളിച്ചെണ്ണീപ്പിക്കുന്ന, എന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ പുതപ്പ് മാറ്റി തണുത്ത വെള്ളം തലവഴി ഒഴിക്കുന്ന അമ്മ. പോത്തുപോലെ വളർന്നിട്ട് നിന്നെയൊക്കെ കൊണ്ട് 5 വയസ്സിലെ ഗുണമില്ലല്ലോ എന്ന് പറയുന്ന അച്ഛൻ. ഇതായിരുന്നു എൻ്റെ എല്ലാ സുപ്രഭാതങ്ങളും ഊഷ്മളമാക്കി തന്നിരുന്ന വേക്കപ്പ് കോൾസ്. പിന്നൊരാളുണ്ട്, എൻ്റെ ചേച്ചി. ആള് കാനഡയിലായതുകൊണ്ട് എനിക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ നാട്ടിലുണ്ടായിരുന്നപ്പോഴത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ. ഒരു ദിവസം മിനിമം ഒരു തവണയെങ്കിലും വഴക്കിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. പിന്നെ കുടുംബത്തിനൊത്തൊരു വൈബുള്ള ഒരു അടിപൊളി അലിയൻസും. ഇതാണ് എൻ്റെ ഒരു ചെറിയ സന്തുഷ്ട കുടുംബം. ഞങ്ങളുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും അവരുടെ കൂടെയുള്ള ബെസ്റ്റ് മൊമെൻറ്റ്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് എൻ്റെ ഒരു കംപ്ലീറ്റഡ് ലൈഫ് എന്ന് ഞാൻ കരുതിയിരുന്നത്. ഞങ്ങൾ ഒന്നിച്ചുള്ള എല്ലാ മൊമെൻറ്റ്സും ബ്യൂട്ടിഫുൾ ആയിരുന്നു, മെമ്മറബിൾ ആയിരുന്നു. അതെല്ലാം ഞങ്ങൾ സെലിബ്രേറ്റും ചെയ്തിരുന്നു. അവധിക്കാലങ്ങളും ഉത്സവങ്ങളും കല്യാണങ്ങളും എല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ, ഇനി ഒരിക്കലും ആ നിമിഷം തിരിച്ചു കിട്ടില്ല എന്ന രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു. മുൻപിൽ വന്നു നിന്ന ഞാൻ അമ്പാടി പൈകിടാവ് സങ്കീർത്തനം സങ്കീർത്തനം ഓരോ നീ ദിവസങ്ങളോളം തയ്യാറെടുത്ത് എല്ലാവരുടെയും അവൈലബിലിറ്റി നോക്കി പ്ലാൻ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ അടിപൊളി യാത്രകളും അതിനേക്കാൾ മനോഹരമായ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പാതിരാത്രി തീരുമാനിച്ച് പിറ്റേന്ന് വെളുപ്പിനെ ബാഗും പാക്ക് ചെയ്ത് ഫുഡും റെഡിയാക്കി എമർജൻസി ലീവും എടുത്ത് പ്രോപ്പർ ഡെസ്റ്റിനേഷൻ പോലും ഇല്ലാതെ പോകുന്ന അൺപ്ലാൻഡ് ട്രിപ്സും ഞങ്ങൾക്ക് കോമൺ ആയിരുന്നു. അതിനിടയ്ക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റിക്കുന്ന ഞങ്ങൾ യങ് ജനറേഷനും എവിടെയും നോക്കാതെ സാമാന്യബോധം കൊണ്ടും അനുഭവസമ്പത്തും കൊണ്ടും വഴി കറക്റ്റായിട്ട് പറയുന്ന മുതിർന്നവരും ഞങ്ങളുടെ ഈ ജനറേഷൻ ഗ്യാപ്പിനെ ഒറ്റക്കെട്ടായി കൂടെ നിർത്തുന്ന ഒരുപാട് നല്ല പാട്ടുകളും തമാശകളും ഭക്ഷണവും പിന്നെ കുറേ മനോഹരമായ കാഴ്ചകളുമായിരുന്നു ഞങ്ങളുടെ യാത്രകൾ മനോഹരമാക്കിയിരുന്നത്. We never remember where we were going, we just remembered how it felt. There's a kind of comfort that cannot be put into words where I can be myself. Those unplanned, unfiltered pieces of life that somehow became everything. We captured every moment, every silly dance, every prank, lip-syncing dialogues, trying out strange camera filters, goofy expressions, funny little TikTok reels, laughing till our stomachs hurt. And all these were the chapters of our happiness. We didn't post all of them. Some were just for us, for our hearts. लगा थोड़ा कस के लगा के तेरे नाल नचना ഒരു കഥ പറഞ്ഞതു കേട്ടു നിന്നോടെ കൂത്താടുന്നേ കണ്ണി കാണാക്കിഞ്ഞാലേ. ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ് ആരും വരില്ല. നീ ധൈര്യമായിട്ട് വിളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. യശോദേ സാധിക്കുന്നതായി നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആ ചുറ്റിക്ക് അവന്റെ കൊടു. നീ പോയി ഫർണിച്ചർ എടുത്ത് നോക്കിയാൽ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല, നീ പോ.
നീ ഇങ്ങോട്ട് പോന്നു ഫർണിച്ചർ എടുത്തു വെക്കാൻ സഹായിക്കാം. ഫർണിച്ചർ തൊട്ട് പോരുത്. കോണി കയറി ആവശ്യമില്ലാത്ത ആനയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. ഓ, നീ അങ്ങോട്ട് പോണു. ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരോടല്ലേ പറഞ്ഞത്. പോയി പറയ്. ദോഷങ്ങൾ. നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായി. മഴവിൽ തമ്പുരു വീട്ടുമ്പോൾ എൻ സ്നേഹസ്വരം മഴയായി പാദസരം തീർക്കും പൂഞ്ചോ. I'm always grateful to God for blessing me with the best family and obviously the most beautiful friends. They were not just friends, they were also a part of my family. We showed up at each other's doors uninvited. അങ്ങനെ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും കൂടെ ഒരു ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, നീ ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഇതാണ് ലോകം എന്ന് പറഞ്ഞ് ജീവിക്കാതെ പുറം ലോകമൊക്കെ എന്താണെന്ന് അറിയാൻ. Then I took the decision. Not just because I wanted to escape, but I wanted to grow, to fulfill my dreams, to achieve my goals. അങ്ങനെ എൻ്റെ ബ്യൂട്ടിഫുള്ളായ മെമ്മറീസ് ഒക്കെ ചില്ലുകുപ്പിയിലാക്കി കൈ കിട്ടിയതൊക്കെ വാരിക്കുട്ടി പെട്ടിയിലാക്കി പെട്ടിയും കിടക്കിയെടുത്ത് ഞാനെടുത്ത ഫ്ലൈറ്റ് പിടിച്ചു ഇങ്ങോട്ടേക്ക്. എല്ലാവരും എന്നോട് പറഞ്ഞു ജർമ്മനി വാസ് കോൾഡ് എന്ന്. നോട്ട് ജസ്റ്റ് ഇൻ വെദർ ബട്ട് ഓൾസോ ദ പീപ്പിൾ. ആസ് യൂഷ്വൽ തുടക്കത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. നത്തിങ് ഈസ് ഫെമിലിയർ, ന്യൂ പീപ്പിൾ, ന്യൂ വെദർ, ന്യൂ ഫുഡ്, ന്യൂ ടൈം, കൾച്ചർ, ട്രഡീഷൻ, ലാംഗ്വേജ് എല്ലാം പുതിയത്. ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും. Cooking, cleaning, studying, part-time jobs, everything felt like climbing mountains every day. I questioned myself every night. Was this the right choice? Is this the right thing? Until I met the German family I now live with. ഇവിടെ എന്നെ സ്വീകരിച്ച ജർമ്മനി, it's really beautiful, and the people over here are even more beautiful. They didn't just give me a room, they gave me a warmth of love. They smiled, they taught me everything. They introduced me many new things, their culture, their tradition, festival, food, celebrations, language. എന്തിന് പുതിയ ആൾക്കാർ, പുതിയ അയൽക്കാർ. They waited patiently as I fumbled my words. They cared a lot. And finally it turns out like kindness speak every language. And this new land, it's not so cold after all. It's different. It's not distant. Their kindness shattered every stereotype I had in my mind. People here are respectful, kind, and willing to help. They just need some time, like all of us. I started picking up new habits, finding favorite sport, adapting to new culture and food. It's not home, but it's becoming one. ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നിരുന്നത് ഹിറ്റ്ലറും വേൾഡ് വാറും കുറേ റൂഡായിട്ടുള്ള അൺഫ്രണ്ട്ലി മുഖങ്ങളും ഗ്രേ സ്കൈയും ഒക്കെയായിരുന്നു. മേ ബി കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചതും കണ്ടതും കേട്ടതും വായിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ കാരണമായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും I never expected anything more from these people. But then, life decided to completely flip that narrative. From the very first few days here, I started meeting people who changed everything I believed. Das ist an sich dasselbe. Dieser Formsand, der liest raus, oder bildet er sich oder was macht der Formsand? Oder ist der so stabil, dass du daraus... They gave me the warmth I hadn't expected to find thousands of miles away from my home. They made space for me in their hearts. They asked how my day was and genuinely made sure I was doing okay and happy. And you know what hit me the hardest? It was my birthday. I wasn't expecting much. I thought it would be just another day, maybe a phone call from back home, maybe a quiet night by myself.
But to my surprise, they celebrated by inviting everybody like family, friends, neighbors, and I got a lot of gift, handwritten notes, smile, hugs, candles, cakes. Oh my god. It brought tears to my eyes. They didn't have to do it, but they did it anyway, just out of pure kindness. This country that I had once feared might be cold gave me some of the warmest moments I've ever experienced. Strangers turned into family. People who didn't know me chose to care me anyway. And all I can really say is, thank God I found these people. Thank God I was wrong. Thank God for showing me that warmth can exist even in the coldest places, and that sometimes strangers can love you like family. And this story of my journey is just the beginning.